ഗുഡ് മോർണിംഗ്. പുറത്ത് -14-15 എന്തോമാണ്. നമ്മൾ രാവിലെ അത്രാവും ഇറങ്ങുകയാണ്. കസാഖിസ്ഥാനിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നു റഷ്യയിലേക്ക്. രാവിലെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ 2 മുട്ടയും പിന്നെ സോസേജും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഒരു യാത്രയിൽ 14ാമത്തെ രാജ്യമാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്, റഷ്യ. കയറാൻ പറ്റിയാൽ മതിയായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. അപ്പോൾ രാവിലെ സാജുക്ക വന്നിട്ടുണ്ട്. സാജുക്ക എന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൊണ്ടുവിടും. അത് മാത്രമല്ല, എനിക്ക് കുറച്ച് റൂബിൾസ് ഒക്കെ മാറണം. അയ്യോ, നല്ല തണുപ്പല്ലേ ദമ്മേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് വേണം അസ്ട്രാഖാനിലേക്ക് പോകാനായിട്ട്. ഗുഡ് മോർണിംഗ് സാജുക്ക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ്റ്റർഡേ വാസ് എ നൈസ് ഡേ. അയ്യോ എൻ്റെ പൊന്നെ, എന്ത് തണുപ്പാന്നറിയോ രാവിലെ. രക്ഷയില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, ഇനി തെർമൽസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. റഷ്യയിലോട്ട് പോകുമ്പോൾ ഇനിയും കുറച്ചുകൂടെ എക്സ്ട്രീമിലേക്ക് പോകും. അപ്പൊ ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് വീണ്ടും പാലം കയറി ഏഷ്യയിലേക്ക് പോകുന്നു. നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും യൂറോപ്പിൽ പോകുന്നു, ഏഷ്യയിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, ഏഷ്യയിൽ പോകുന്നു. അയ്യോ, രാവിലെ ഇപ്പോൾ 9:30 ആയപ്പം നേരം ഇങ്ങനെ വെളുത്തിങ്ങനെ സൂര്യൻ ഇങ്ങനെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഭയങ്കര മടിയാണ് സൂര്യൻ ഇവിടെ. അപ്പോൾ നമ്മുടെ ഉരാൽ നദി ക്രോസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. രാവിലെ ഞങ്ങൾ ഡോളർ കൺവേർട്ട് ചെയ്ത് റൂബിളാക്കാനായിട്ട് ഇവിടെ ഉള്ള ഒരു എക്സ്ചേഞ്ച് പോയപ്പം അവരാദ്യം ഡോളർ ടെങ്കയിൽ കൺവേർട്ട് ചെയ്യും, പിന്നെ ടെങ്ക റൂബിളിൽ കൺവേർട്ട് ചെയ്യും. അപ്പോൾ 2 കൺവേർഷൻ ചാർജ് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 600-700 രൂപയോളം നഷ്ടമാണ്, റൂബിളോളം നഷ്ടമാണ്. ഇപ്പോൾ വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ബോർഡറിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ റഷ്യയിൽ കയറിയിട്ടോ റൂബിൾ കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അല്ല ഡോളർ കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ടാക്സിക്കാരന് കൊടുക്കാനുള്ള പൈസ ATM ൽ നിന്ന് എടുക്കണം, കാരണം എൻ്റെ ഉള്ള ക്യാഷൊക്കെ തീർന്നായിരുന്നു. നമുക്ക് പോകാനുള്ള വണ്ടിക്കാരൻ വന്നു. ഈ ചേട്ടനാണ് എന്നെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് നമ്മുടെ സാജുഖാൻ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് ടാക്സി പോകാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാണാം ഇനിയും വരുമ്പോൾ തീർച്ചയായും, എവിടെയെങ്കിലും പറ്റും, നാട്ടിൽ വരുമ്പോഴും കാണാം. ഓക്കെ ശരി. ഓക്കെ, വണ്ടി ഫുള്ള് ഈ പറഞ്ഞ പോലെ ഓരോരോ സ്നോയും മറ്റ് സംഭവങ്ങളൊക്കെ. സ്നോ അല്ല, ഈ സാധനം ഉണ്ടല്ലോ, എന്ത് ഫ്രോസ്റ്റ് എന്നോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് പറയുന്നത്, അതാ ഫുള്ള്. ഞാനങ്ങനെ നുർക്കൻ്റെ കൂടെ റഷ്യയിലേക്ക് പോവുകയാണ്, നുർക്കൻ്റെ വണ്ടിയിൽ. ഇവിടെ നിന്ന് പല രീതിയിൽ റഷ്യയ്ക്ക് പോകാം. നമുക്ക് ഷെയർ ടാക്സി എടുത്ത് പോകാം, അതുപോലെ പ്രൈവറ്റ് ടാക്സി എടുത്ത് പോകാം. പിന്നെ ഓവർനൈറ്റ് ട്രെയിൻ ഉണ്ട്, പക്ഷെ അതെല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ 2-3 ദിവസമേ ഉള്ളൂ. അങ്ങനെ പോകാം. പിന്നെ ബസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മേ ബി ഉണ്ടായിരിക്കാം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന അസ്ട്രാഖാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 350 കിലോമീറ്റർ ഉണ്ട്. അതാണ് റഷ്യൻ ഇവിടുത്തെ നെക്സ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അതായത് അത്രാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിറ്റി അസ്ട്രാഖാനാണ്, അത് റഷ്യയിലാണ്. അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. കസാക്ക് ബോർഡർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നോമാൻസ് ലാൻഡാണ്. ആ 8 കിലോമീറ്റർ നോമാൻസ് ലാൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റഷ്യൻ ഇമിഗ്രേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര നെർവസാണ്. തിരുന്നത്ത് വെച്ച് കാണാം എന്താണെങ്കിലും. അങ്ങനെ നമ്മൾ വീണ്ടും ഏഷ്യയിൽ നിന്നും നമ്മൾ യൂറോപ്പിലേക്ക് പോവാണ്. നമ്മൾ ഈ യാത്രയിൽ നമ്മൾ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുർക്കിയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മൾ വീണ്ടും ഏഷ്യ കയറും. പിന്നെ ഇസ്താൻബുളും നമ്മൾ വീണ്ടും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ കയറും. അങ്ങനെയാണ് ശരിക്കും പോകുന്നത്. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ റഷ്യ കയറിയിട്ട് അവിടെ നിന്ന് നേരെ നമുക്ക് ഫിൻലൻഡിലേക്ക് പോകാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ബാക്കിയുള്ള ബാൽക്കൻ രാജ്യങ്ങളും അങ്ങനെയുള്ള പല രാജ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഉരാൽ നദി ഐസായി തുടങ്ങി കേട്ടോ. ഓൾമോസ്റ്റ് അസ്ട്രാഖാൻ 347 എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. അസ്ട്രാഖാൻ പോകുന്ന വഴിയാണ്, പക്ഷേ റോഡ് മോശമാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് ചാടി പോകുന്ന റോഡാണ്. എൻ്റെ പൊന്നെ, റോഡിൻ്റെ അവസ്ഥ നോക്കി. ഇത് നമ്മൾ ചൊവ്വയിലെ ചന്ദ്രനിലെ എവിടെ വന്ന് പെട്ട പോലെ ഉണ്ട് നോക്കി. ഇത് എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന റോഡാകുമ്പോഴത്തേക്കിനും അതൊക്കെ സാധാരണ അടിപൊളിയാക്കി ഇടുന്നത്. ഇതെന്താ എങ്ങനെ കിടക്കുന്നതെന്ന് അറിയില്ല. ലോറിക്കാരൊക്കെ കണ്ടില്ലേ, പാവം കഷ്ടമുണ്ട്. പതുക്കെ ഉരുട്ടി പോകുന്നുണ്ടോ കാറും കൊണ്ട്. പുതിയ കാറാണ്, അതിൻ്റെയൊക്കെ അവസ്ഥ നോക്കി. അപ്പോൾ നമ്മൾ സിറ്റി ലിമിറ്റ് വിട്ടു. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും എത്ര ദൂരം എങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലം ഉണ്ടാകുന്ന ഒരു ഐഡിയ ഇല്ല. കണ്ടു തന്നെ നോക്കണം. ഇതെന്താണെന്നറിയില്ല, എന്തോ ഒരു പാടങ്ങൾ പോലത്തെ ഒരു സ്ഥലമാണ്. അതിന് വെള്ളമൊക്കെ ഫ്രീസായി കിടക്കുന്നുണ്ടോ, ഐസ് പോലെ കിടക്കുന്നുണ്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്ന ലോറിയാണ്, US രജിസ്ട്രേഷൻ. എടുത്ത് കസാഖിസ്ഥാൻ വഴി റഷ്യക്ക് പോകുന്ന വണ്ടിയായിരിക്കും. റോഡ് പണി നടക്കുന്നതുകൊണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാഡ് റോഡും ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ പിന്നെ വിജനമായിട്ടുള്ള സ്ഥലങ്ങൾ.
ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ അക്താവിലേക്ക് ആ ട്രെയിൻ എടുത്ത് വരാതെ കാറിൽ വന്നിരുന്നെങ്കിൽ ഇതേപോലെ ഇരുന്നേനെ. ട്രെയിൻ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറേ നേരം കിടന്നുറങ്ങാനെങ്കിലും പറ്റി. ഇതാവുമ്പോഴത്തേക്കിനും ബോറടിച്ച് ഒന്നുമില്ല കാണാൻ വിജനമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബേറിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ മറ്റേ എണ്ണ അടിക്കുന്ന സാധനമല്ലേ ഇത്? അതല്ലേ ഇത്? ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇത് ആ സംഭവമല്ലേ ഇത്? അതാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കി, ആശം പറപ്പിച്ചോണ്ടിരിക്കുക 150, 160 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, എപ്പോഴാണ് കുറച്ചെങ്കിലും എന്തെങ്കിലും വന്നത്. പെട്രോൾ അടിക്കാൻ വേണ്ടി എടുത്ത് നിർത്തി. അയ്യോ, മറ്റൊരു രക്ഷയില്ല, കാറ്റാണ് ഭയങ്കര നടക്കും. നമ്മൾ ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണാം. ബാത്റൂം ഉണ്ടായിരുന്നു, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഹലോ മൂത്രമൊഴിച്ചിട്ട് വന്ന് ലെറ്റ്സ് ഗോ. അയ്യോ, പുറത്തിറങ്ങാൻ പറ്റാത്തതാണ് പാട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല, എക്സ്ട്രീമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് റഷ്യൻ ബോർഡറിനോട് കസാക്കിസ്ഥാൻ ബോർഡറിനോട് അടുക്കാറായി. എനിക്ക് വന്നൊരു 10-30 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ ബോർഡർ ആവുമെന്നാണ് തോന്നുന്നത്. ബോർഡർ എത്തി മക്കളെ, ഫൈനലി നമ്മൾ കസാക്കിസ്ഥാൻ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് വരണം. പുള്ളി വണ്ടിയും കൊണ്ട് അപ്പുറത്തോട്ട് വരും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ നിന്ന് 83 കിലോമീറ്ററാണ് റഷ്യൻ ടൗൺ ആയിട്ടുള്ള അസ്ത്രഖാനിലേക്ക്. ഇതൊക്കെ ഇവിടെ നിന്ന് റഷ്യയിലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടിയാണ്. മുമ്പിൽ കിടക്കുന്നത് റഷ്യയുടെ വണ്ടി, പിന്നെ ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ ലോറി. അങ്ങനെ പല രാജ്യങ്ങളുടെ വണ്ടികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അർമേനിയയുടെ വണ്ടിയൊക്കെ കണ്ടായിരുന്നു ഞാൻ. അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ, അങ്ങനെ പല രാജ്യങ്ങളുടെ വണ്ടികൾ. എൻ്റെ ഡ്രൈവർ എന്തോ ആവശ്യത്തിന് പുറത്തിറങ്ങി പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കസാക്കിസ്ഥാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞു. 1.5 മണിക്കൂർ എടുത്തു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു നദി ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ റഷ്യയിലേക്ക് പോവാണ്. കസാക്കിൽ ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ആ നദി ക്രോസ് ചെയ്ത് റഷ്യയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റഷ്യയിൽ ഔദ്യോഗികമായിട്ട് കയറിയിട്ടില്ല. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ കസാക്കിസ്ഥാൻ്റെ ഇമിഗ്രേഷനിൽ പോയി. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പോയി. നമ്മൾ ആദ്യം വണ്ടി നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ നമ്പർ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു പേപ്പറിൻ്റെ സ്ലിപ്പ് നമുക്ക് തരും. ആ സ്ലിപ്പും കൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോകണം. അന്നേരം അവർ എൻ്റെ പാസ്പോർട്ടൊക്കെ നോക്കി, എൻ്റെ വിസയൊക്കെ നോക്കി, എൻ്റെ റഷ്യൻ വിസയൊക്കെ നോക്കി. എനിക്ക് അതിൽ എക്സിറ്റ് അടിച്ചിട്ട് എന്നോട് വേറൊരു ഹയർ ഓഫീസറിനെ പോയി കാണാൻ പറഞ്ഞ് എൻ്റെ വേറൊരാളുടെ കൂട്ടത്തിൽ എന്നെ വിട്ടു മേളിൽ തന്നിട്ട്. എന്നിട്ട് ഞാൻ അവിടെ മേളിൽ പോയപ്പം അയാൾ വന്ന് അയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. നീ എന്ത് ചെയ്യാണ്, എവിടെ പോവാണ്, റഷ്യയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്. വളരെ മാന്യമായിട്ടാട്ടോ എന്നെ അവിടെ ഇരുത്തി അയാൾ എൻ്റെ ഒപ്പം ഇരുന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബറാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇനി ജോർജിയക്കാണ് പോകുന്നത്, തിബിലിസിക്കാണ് പോകുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെന്നോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ സ്റ്റിക്കർ വിസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് മുമ്പ് 2-3 ആൾക്കാർ ഇവിടെ ഈ ബോർഡറിൽ വന്നിരുന്നു. അവരുടെ കയ്യിൽ ഈ വിസ ആയിരുന്നു. അപ്പോൾ അവരെ റഷ്യയിൽ പോയിട്ട് തിരിച്ച് മടക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ സ്റ്റിക്കർ വിസ ഉണ്ട്. ഇനി ഈ വിസ വേണമെങ്കിൽ അതും എൻ്റെ കയ്യിലുണ്ട്, 2 എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. മൊത്തത്തിലൊരു 1/2 മണിക്കൂർ എടുത്ത് ഈ ഒരു പ്രോസസ്സ് എല്ലാം കൂടെ കഴിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ ഈ വിസ കൊണ്ട് വന്നാൽ ഈ ബോർഡർ വഴി നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, സ്റ്റിക്കർ വിസ ഉണ്ടല്ലേ പറ്റുള്ളൂ. ആശം പറപ്പിച്ചുകൊണ്ടിരിക്കുക 160 എന്നും പറഞ്ഞുകൊണ്ട്. നമ്മളിപ്പോൾ നോമാൻസ് ലാൻഡിലാണ്. റഷ്യയിലേക്ക് കയറാൻ നിൽക്കുന്ന, അതായത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് കയറാൻ നിൽക്കുന്ന ട്രക്കുകളാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ഇവിടുത്തെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്തോരം ട്രക്കുകളാണ് കിടക്കുന്നത്. റഷ്യയിലേക്ക് കയറാനായിട്ട് തിരക്ക്. ഇനി എപ്പോൾ കയറി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എത്ര നേരം 2 കിലോമീറ്റർ അറിയോ, 2 കിലോമീറ്റർ മേലെയായി ഈ ട്രക്കുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അയ്യോ, ചിലപ്പോൾ ഇങ്ങോട്ടും ഉണ്ടാവും അതേപോലെ. ഇവർക്ക് ചിലപ്പോൾ ടൈമിങ് വല്ലതും ഉണ്ടാവും. ഒരു ബോർഡർ കഴിഞ്ഞിട്ട് അടുത്തൊരു ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിലേക്ക് ഇത്ര കിലോമീറ്റർ ആദ്യമായിട്ടാണ് ഞാൻ ഓടുന്നത്. റഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യമല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമല്ലേ. അപ്പോൾ എന്തായാലും ഉണ്ടാവും. അയ്യോ, വണ്ടി വരുന്നേ, അയ്യോ മക്കളെ. അങ്ങനെ നമ്മൾ റഷ്യയിൽ കയറി. അയ്യോ, രക്ഷയില്ല. ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടന്നത്. എൻ്റെ പൊന്നെ, അതായത് നമ്മൾ ആ പാലം കയറി വന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിലാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ വേണം ഇമിഗ്രേഷൻ ചെയ്യാം. അപ്പോൾ വണ്ടി അവിടെ നിർത്തി വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ കൂടുണ്ടാവും. ആ കൂടിൻ്റെ അവിടെ പോയി നിൽക്കുക. അപ്പോൾ ഓരോ ട്രാക്കിൽ നമ്മളവിടെ സംഭവം ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി നിൽക്കുന്നു. അവിടെ പോയി ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുക്കുന്നു. പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അറൈവൽ ഒരു ഫോം തരും, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരത് വാങ്ങിച്ച് വിസ നമ്പരും പാസ്പോർട്ട് നമ്പരും ഒക്കെ നോക്കി ഒരു മിനിറ്റ് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ നോക്കി
സ്റ്റാമ്പ് അടിച്ചു. എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഞാനാണെങ്കിൽ ഒരു 100 ചോദ്യം ചോദിക്കും, സ്ക്രൂട്ടിനി ആയിരിക്കും, മറ്റായിരിക്കും, മറിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് അവിടെ പുറത്ത് തണുത്ത് പറിച്ച് നിൽക്കുക. എനിക്ക് ഗ്ലൗസ് വരെ ഞാൻ എടുത്തിട്ട് അവസാനം അതുപോലെ തണുപ്പായിരുന്നു. ഒരു വാക്കുമല്ലോ എന്നോട് ചോദിച്ചില്ല, ഒരു കുന്തവും ചോദിച്ചില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇത് റഷ്യ തന്നെയാണോ? ഞാൻ വിചാരിച്ച റഷ്യ ഇങ്ങനെയല്ല, എൻ്റെ റഷ്യ ഇങ്ങനെയല്ല, എനിക്കിതുവരെ ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെയല്ല എന്ന് ഞാൻ ആക്ച്വലി ഇരിക്കുകയായിരുന്നു. സോ ഹാപ്പി ഡിഡ്ന്റ് ആസ്ക് മീ എനിത്തിങ്. എന്താ പറയുക, അങ്ങനെയല്ല. കാരണം നമ്മളൊരു പ്രശ്നബാധിത മേഖലയിലേക്ക് കയറുകയാണ്, ലാൻഡ് ബോർഡർ വഴി കയറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പറയേണ്ടതാണ്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ സ്റ്റിക്കർ വിസ ഉണ്ടതിൻ്റെ ഗുണമാണ്. കാശ് 1 ലക്ഷം രൂപ പൊടിച്ചു എന്നുണ്ടെങ്കിൽ എന്താ, സ്റ്റിക്കർ വിസയ്ക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ റഷ്യ കയറിയില്ലേ. ഇത് ആദ്യം ചോദിക്കാം, നമുക്ക് ഈ രാജ്യത്ത് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര മുടങ്ങി. നമുക്ക് വേറെ വഴിയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ യാത്ര മുടങ്ങി, റഷ്യ കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. അതാണ് ബേസിക്കലി സംഭവിച്ചത്. പിന്നെ വേണമെങ്കിൽ ഇറാൻ, അഫ്ഗാനിസ്ഥാനൊക്കെ വഴി പോകാം. പക്ഷേ ആ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നീട് ഭാവിയിൽ പല രാജ്യങ്ങളിലും പോകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ റഷ്യ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ യോഗം കേട്ടോ, ചേട്ടൻ്റെ കൂടെ വന്നിട്ട് ചേട്ടൻ്റെ ഒരു രക്ഷയില്ല. അത് ഓരോ ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള യോഗമാണ്. ഇതിപ്പോൾ അതെ റഷ്യയിൽ നിന്നും കസാഖിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി കിടക്കുന്ന ലോറികളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ ലോറികൾ. ഇവിടെ ബോർഡർ ഏരിയയിലൊന്നും റേഞ്ച് പോലും കിട്ടൂല കേട്ടോ, ഒരു കുന്തവും വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലാണ് 2 റഷ്യൻ സിമ്മുണ്ട്. എനിക്ക് ഷഫാഫ് 2 റഷ്യൻ സിമ്മ് റഷ്യയിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് ഡൽഹി കൊണ്ട് തന്നായിരുന്നു. കാരണം ഇവിടെ ഐറാലോ വർക്ക് ചെയ്യില്ല. ആ 2 സിമ്മും ഇവിടെ കിട്ടുന്നില്ല. എന്തെങ്കിലും സംഭവം വേറെ ലെവലാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്നും കസാഖിസ്ഥാൻ ആൻഡ് മറ്റ് പല രാജ്യങ്ങളിലേക്കും പോകാനായിട്ട് കിടക്കുന്ന ട്രക്കുകളാണ് ഇപ്പുറത്ത് നമുക്ക് കാണുന്നത്. ഇവരുടെ വണ്ടിയിൽ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മറ്റേ വയർലെസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്നിട്ട് ഇവർ ഭയങ്കര കണക്റ്റഡാണ്. ഇപ്പോൾ ഈ പുള്ളിയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പല റൂട്ടുകളിൽ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്ന ആൾക്കാർ, ഇവർക്ക് പാസ്പോർട്ടൊന്നും വേണ്ട, ഇവർക്ക് ID വെച്ചിട്ട് പോയിട്ട് വരാൻ പറ്റും ആസ്ട്രഖാനിലേക്ക്. അപ്പോൾ പുള്ളിക്ക് പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പുള്ളി ID വെച്ചിട്ടാണ് പോയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ റോഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലോ പോലീസ് ചെക്കിങ് ഉണ്ടെങ്കിലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവർ ഈ സാധനം വെച്ച് കണക്റ്റഡാണ്, ഈ ഒരു വയർലെസ് ഡിവൈസ് വെച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇൻറ്റിമേഷനൊക്കെ വരുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻറ്റിമേഷനൊക്കെ പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ റഷ്യയിലെ ആദ്യത്തെ കുറച്ച് കടകളും വീടുകളൊക്കെ കണ്ടിരിക്കുകയാണ്. റഷ്യയുടെ ഗ്രാമങ്ങളെന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ ഭാഗത്ത് ഇത് കംപ്ലീറ്റ് ഒരു സെൻട്രൽ ഏഷ്യൻ ഗ്രാമങ്ങളൊക്കെ പോലെ തന്നെ, അതായത് കസാഖിസ്ഥാനിൽ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള ഗ്രാമങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വീടുകളും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട്. ഏതോ ഒരു വില്ലേജിൽ സ്കൂളാണല്ലേ, സ്കൂൾ വിട്ട് പിള്ളേർ വീട്ടിൽ പോകാൻ പോവാം. എനിക്ക് വിശക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 2 മണിക്കൂർ പുറകിലാണ് കേട്ടോ. കസാഖിസ്ഥാനിൽ ഉച്ചയ്ക്ക് 2:45 ഇവിടെ ഇപ്പോൾ 12:45. നമ്മൾ പുറകിലായി, 2 മണിക്കൂർ പുറകിലായി. അടിപൊളി. നമ്മളിപ്പോൾ ഇവിടെ ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇവിടെ എന്തോ ടോള് കൊടുക്കണം, എന്തോ ടെമ്പററി പാലമാണെന്ന് തോന്നുന്നു. എന്നാലും എന്തോ ടോള് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതെന്താ ഇങ്ങനെ ബുസാൻ നദി എന്ന് പറഞ്ഞൊരു നദിയാണ്. എന്നാലും ഇതെന്ത് പാലമാണ് ഇത്? ഇങ്ങനെ നദിയിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പാലമാണോ ഇത്? ഇതെന്തോ ടെമ്പററി പാലമാണെന്ന് തോന്നുന്നു കേട്ടോ. മേ ബി ഇവിടെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു കളഞ്ഞിട്ട് വേറെ എന്താ സംഭവം മനസ്സിലാവും. ഇത് നോക്ക്, എൻ്റെ ദൈവമേ, ഇതെന്ത് പാലം ഇത്? ഇതെന്തോടെ ഇത്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത്. ഈ കാണുന്ന ഇവിടെ പല നദികളും നമുക്ക് കാണാം. ഈ പല നദികളും ഇതൊക്കെ ശരിക്കും നമ്മുടെ കാസ്പിയൻ സീയിലേക്ക് പോയി ചേരുന്ന നദികളാണ് കേട്ടോ. നമ്മുടെ കാസ്പിയൻ സീ എന്ന് പറയുന്നത് നമ്മുടെ ലേക്കില്ലേ, അതിലേക്ക് പോയി ചേരുന്ന നദികളാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ പോകുന്ന അസ്ത്രഖാൻ നഗരവും വോൾഗ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ നദികളും കാസ്പിയൻ സീയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതെന്തോ സംഭവം? ഇത് ഇങ്ങനത്തെ ഒരു പാലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഫ്ലോട്ടിംഗ് ആണ്, ലിറ്ററലി ഇതേ ആടുന്നത്. എൻ്റെ അമ്മ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് പൊളിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ആടി ഒലയുന്നുണ്ടോ. ദൈവമേ, എന്തൊക്കെ പരിപാടികളല്ലേ ഇത്. ഇതെന്തിനായിരിക്കും ഇങ്ങനെ ഒരു പാലം ഇവിടെ പന്ത് വെച്ചിരിക്കുന്നത്? ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ, വേറെ വഴിയൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ട്രക്കുകൾക്ക് പോകാനായിട്ട് വേറെ എന്തെങ്കിലും ചുറ്റിക്കറങ്ങിയുള്ള വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും. ഇത് ചിലപ്പോൾ ഈസിയസ്റ്റ് റൂട്ടായിട്ട് ചെയ്തിരിക്കുന്ന പരിപാടിയായിരിക്കും. എന്നാലും ഇത് ഭയങ്കര കേട്ടോ, ആടുന്നത് കംപ്ലീറ്റ്. എൻ്റെ അമ്മയെ, റഷ്യ കയറിയപ്പോഴത്തേക്കിന് ഭയങ്കര എക്സ്ട്രീം എക്സ്പീരിയൻസ് ഒക്കെയാണല്ലോ കിട്ടുന്നത്. പാലമൊക്കെ ഞെട്ടിപ്പോയി. കുഞ്ഞു വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ ഫോണിലെ ഗ്യാലറിയിലുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത്, കുറേ സംഭവങ്ങൾ, അതായത് അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഫോണിൽ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ എവിടെന്നെങ്കിലും എടുത്ത് എന്തെങ്കിലുമൊക്കെ ഫോട്ടോസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ചില സമയത്ത് ഇമിഗ്രേഷനിൽ ഇവർ ചെക്ക് ചെയ്യുക, ഫോൺ ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. എന്താണോ ഈ റഷ്യ തന്നെ അല്ലേ? ആയിരിക്കും അല്ലേ?
താങ്ക് യു സോ മച്ച്. Приехали мы. Yes. Вот, എത്തിട്ടോ അവിടെ вот гостиницу. സാജുക്ക് എവിടെ എത്തിട്ടാ? ഓൾ ഗുഡ്. ഹോട്ടലിലെത്തി. ഓക്കെ കാണാം. ഓക്കെ സീ ബ്രോ. താങ്ക് യു. പുള്ളി ഇനി 10-11 തിരിച്ച് ടാക്സി വിളിച്ച് പോകുമായിരിക്കും. പുള്ളി ആളെ വിളിച്ച് പോകുമായിരിക്കും, എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് എന്താണ് ഗ്രാൻഡ് ഹോട്ടൽ അസ്ത്രഖാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടലാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല, 19,000 രൂപ ഉള്ളൂ. റൂബിളാണല്ലോ ഇവിടെ. ഇപ്പോൾ റൂബിളിന് എങ്ങനെ റേറ്റ് എന്നറിയാമോ? അതായത് ഇവരുടെ 100 റൂബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 85 രൂപയായി ഇപ്പം. പണ്ട് 100 രൂപ എന്ന് പറഞ്ഞാൽ 100-119 രൂപയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി കുറവാണ്, നമുക്ക് ലാഭമാണ്. 100 രൂപ എന്ന് പറഞ്ഞാൽ 85 രൂപ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ. ഈ ഹോട്ടലൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത് ഷഫാഫാണ് എനിക്ക് ബുക്ക് ചെയ്ത് തന്നത്. എനിക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഈ ഫുൾ ക്രിസ്മസ് വൈബാണല്ലോ. ചെക്കിൻ ചേട്ടാ. അങ്ങനെ ഫൈനലി നമ്മൾ റഷ്യയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദിസ് ഈസ് അവർ റൂം. എൻ്റെ പൊന്നെ, റഷ്യയിൽ ഒരു 3-4 ദിവസം ചിലവഴിക്കുന്നതിന് വേണ്ടി എത്ര പൈസയാണ് ചിലവാക്കിയെന്നറിയോ? എൻ്റെ പൊന്നെ, രക്ഷയില്ല. ഞാൻ ആ ടാക്സിക്കാരനടുത്ത് വന്നതുകൊണ്ട് സംഭവം വളരെ എളുപ്പമായി. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ വല്ല ട്രെയിനിലോ ബസ്സിലോ വല്ലതും വന്നായിരുന്നെങ്കിൽ ഇമിഗ്രേഷനിൽ അവരെന്നെ ചുറ്റിച്ച് തന്നെ 100% അത് ഉറപ്പാണ്. ഇതെന്താ, ടാക്സിക്കാരന് ഞാനും കൂടെ 2 പേരും കൂടെ പോയി റഷ്യൻ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത്, ശരിക്കും നമ്മൾ എയർപോർട്ട് വഴി വരുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ എടുക്കുന്നതാണ്. ഇത് അങ്ങനത്തെ ഒരു സംഭവം എടുത്തൊന്നുമില്ല, ഒന്നും ചോദിച്ചില്ല. ഒരു സുന്ദരി ഓഫീസറായിരുന്നു, ഇമിഗ്രേഷൻ ഓഫീസർ. അവരെന്നെ നോക്കി ചിരിച്ചു, ഞാനവരെ നോക്കി ചിരിച്ചു. വേറെ എന്നോടൊന്നും ചോദിച്ചില്ല. അവർ വേറെ ഏതോ ഓഫീസറിനെ വിളിച്ച് എന്തോ ചോദിച്ചു. അപ്പോൾ അയാളെന്തോ പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിക്കേണ്ടതെല്ലാം കസാഖിസ്ഥാൻ ബോർഡറിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടാണ് എന്നെ വിട്ടത്. ഈ റഷ്യ വന്നു കഴിഞ്ഞാൽ ഉള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത്, നമ്മുടെ ATM കാർഡും ക്രെഡിറ്റ് കാർഡും ഒന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അതായത് വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, അങ്ങനത്തെ ഒരു സാധനം ഇവിടെ വർക്ക് ചെയ്യില്ല. നിലവിൽ നമുക്കിവിടെ ATM നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. 2 ഓപ്ഷനാണ് നമുക്ക് റഷ്യയിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ക്യാഷ് മാത്രം. 2 ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷനുള്ള ക്യാഷ്. നമ്മൾ ഡോളറോ യൂറോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരിക, എന്നിട്ട് റൂബിൾ മാറുക, എന്നിട്ട് ക്യാഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക. അതാണ് ഇവിടെ എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്ന പരിപാടി. എന്താ പറയുക, ദാറ്റ്സ് ഒരു പ്രോബ്ലമാണത്. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളിപ്പോൾ റഷ്യയിൽ കസാഖിസ്ഥാൻ ബോർഡറിലുള്ള അസ്ത്രഖാൻ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു സിറ്റി കറങ്ങും, ഞാൻ ഇവിടെ നിൽക്കും. എന്നിട്ട് നാളെ നമ്മളിവിടെ നിന്ന് സ്ഥലപ്പേര് വായി കിട്ടത്തില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അതിൻ്റെ പേര് വ്ളാഡികവ്കാസ്. യെസ്, ആ സ്ഥലത്തിൻ്റെ പേര് വ്ളാഡികവ്കാസ് എന്നാണ്. ആ സ്ഥലത്ത് നമ്മൾ പോവും. അതിവിടെ നിന്നൊരു 8 മണിക്കൂർ ബസ് യാത്രയുണ്ട് ആ സ്ഥലത്തേക്ക്. അവിടെ പോയിട്ട് നമ്മൾ നാളെ അവിടെ നിൽക്കും. എന്നിട്ട് മറ്റന്നാൾ അവിടെ നിന്ന് ജോർജിയയിലേക്ക് പോകാനാണ് പ്ലാൻ. കാരണം റഷ്യ നമ്മൾ ഓൾറെഡി കുറേ തവണ എക്സ്പ്ലോർ ചെയ്തതാണ്. ഞാൻ എന്താ പറയുക, ചൈനയിലൊക്കെ പലവണ പോയ പോലെ റഷ്യ കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്തോടെ നമ്മൾ റഷ്യ കയറി ഇറങ്ങി പോകുന്നു. പിന്നെ ഞാൻ കാണാത്ത ഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗും ആ ഒരു ഏരിയയൊക്കെയാണ്. അത് ഫിൻലാൻഡിനടുത്താണ്. അത് നമ്മൾ യൂറോപ്പിൽ കയറിയിട്ട് യൂറോപ്പ് വഴി നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ റഷ്യ കയറിയിട്ട് തിരിച്ചു പോകും യൂറോപ്പിലേക്ക്. അതാണ് എൻ്റെ പ്ലാൻ. കാരണം ഇവിടെ നിന്ന് ഞാനിപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മോസ്കോ പോയിട്ട് പിന്നെ ഫിൻലാൻഡിൽ ഇറങ്ങി പിന്നെ എനിക്ക് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ യൂറോപ്പിൽ കയറിയിട്ട് ആ ഭാഗത്തേക്ക് പോകും. അപ്പോൾ അവിടേക്ക് എക്സ്ട്രീം വിൻ്റർ ആയിരിക്കും 100%. ഇപ്പം തന്നെ വിൻ്ററിൻ്റെ ഒരു കുറവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. അസ്ത്രഖാൻ എന്ന് പറയുന്ന സ്ഥലത്തിന് എങ്ങനെയാണ് അസ്ത്രഖാൻ എന്ന് പറഞ്ഞ പേര് വന്നതെന്നല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതെനിക്ക് വല്ല മമ്മ കഴിക്കണം വിശക്കത്ത്. ദൈവമേ, ഞാൻ താമസിക്കുന്ന ഇത്രയും വലിയ ഹോട്ടലാണോ? അടിപൊളി. ഈ ഹോട്ടലേ ആക്ച്വലി റിവർ വ്യൂ ഹോട്ടലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് റിവർ. പക്ഷേ എനിക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടിയത് സിറ്റി വ്യൂ റൂം എന്തോ ആണ്. ഞാൻ ആ റിവർ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ വോൾഗ നദിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ അസ്ത്രഖാൻ എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു കുട്ടനാട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 100 അടി താഴ്ചയിലാണുള്ളത്. അതായത് റഷ്യയിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ചയിലുള്ള വളരെ അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ഈ അസ്ത്രഖാൻ എന്ന് പറയുന്നത്. റഷ്യയുടെ ഒരു വലിയ നദികളിലൊന്നാണ് നമ്മളിപ്പോൾ ഈ മുമ്പിൽ കാണാൻ പോകുന്ന ഈ വോൾഗ നദി എന്ന് പറയുന്നത്. വോൾഗ റിവർ. വോൾഗ എന്നുള്ള പേര് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. വോൾഗ ബാർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാറുണ്ടല്ലോ, അതെവിടെയാണ് കേട്ടിട്ടുള്ളത്? ഏതോ സിനിമയിൽ എന്തോ കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ ഫൈൻ, ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. യെസ്. അപ്പോൾ ആ വോൾഗ നദി നമ്മുടെ കാസ്പിയൻ സീയിൽ ചെന്ന് ചേരുന്ന ഒരു നഗരമാണ് ബേസിക്കലി അസ്ത്രഖാൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാസ്പിയൻ സീയുടെ ആ ഒരു ഭാഗമാവും. ചെങ്കിസ് ഖാനും അതേപോലെ തന്നെ നമ്മുടെ തിമൂറും അങ്ങനെയുള്ള പല ആളുകളും കൈയടക്കിയ
ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭാഗമായിരുന്നു, അവരൊക്കെ കൈയടക്കിയിരുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു അസ്ത്രഖാൻ എന്ന് പറയുന്നത്. ഈ ഹജ്ജിന് പോയ ആൾക്കാരെ ഹാജി എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ ഹാജി തർക്കൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഹാജി തർക്കൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ബേസിക്കലി ഈ ഒരു പ്രദേശത്തു നിന്നുള്ള ആളായിരുന്നു. അദ്ദേഹം അതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് ഖാൻ, അതായത് ഒരു ഖാൻ എന്നൊക്കെ പറഞ്ഞ കിങ്ങിൻ്റെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കിങ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേരും പിന്നെ ഹാജി തർക്കൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പേര് കാരണമാണ് മൊത്തത്തിൽ ഈ അസ്ത്രഖാൻ എന്ന് പറഞ്ഞൊരു പേര് ശരിക്കും ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് എവിടെയോ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഓൾ ദോസ് തിങ്സ്. എന്തായാലും അസ്ത്രഖാൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമ്മുടെ ഭാരതപ്പുഴ പോലെ തന്നെ നിൽക്കുന്ന ഒരു നദി. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമാണ്, ഐസൊന്നും ആയിട്ടില്ല, ഒടുക്കത്തെ തണുപ്പാണ്. കപ്പലൊക്കെ കിടപ്പുണ്ടല്ലോ അപ്പുറത്ത്. നീ ഇതുവല്ല പോർട്ട് വേണോ? അടിപൊളി. ഈ പാലത്തിൻ്റെ മേലിലോട്ട് വേണം വലിഞ്ഞു കയറാം. 3-4 സ്റ്റെപ്പുണ്ട്. 3-4 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വേണം ഈ പാലത്തിൻ്റെ മേളിൽ കൊണ്ട് നടന്ന് അപ്പുറത്തോട്ട് പോകാം. പക്ഷേ വേണ്ട, നമുക്ക് ആരോഗ്യമില്ല, ഫുഡ് കഴിക്കാം. ഈ അസ്ത്രഖാൻ എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരം കൂടിയാണ്. ഇവർക്ക് ശരിക്കും അസർബൈജാനുമായിട്ട് നല്ലൊരു റിലേഷനുണ്ട്. ജോർജിയയുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇവർ അതേപോലെ നല്ല റിലേഷൻസും ഉണ്ട്. പക്ഷേ എന്നാലും കുറേ പ്രശ്നങ്ങളുണ്ട് ജോർജിയയുമായിട്ട്. അസർബൈജാനായിട്ട് നല്ല റിലേഷനുണ്ട്. അസർബൈജാനായിട്ട് ട്രേഡിങ്ങും മറ്റ് പരിപാടികളും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവർ ഈ ഒരു അസ്ത്രഖാൻ തുറമുഖം വഴിയൊക്കെ ബേസിക്കലി നടത്തുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൈനിങ് അല്ല, ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ എന്ത് ഫുഡ് കഴിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ജോർജിയയിൽ ഇപ്പോൾ എന്തോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ എന്തോ തിബിലിസിയിൽ എന്തോ കലാപമോ കാര്യങ്ങളോ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ കണ്ടായിരുന്നു. സോ അതിപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്താവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റും തപ്പി തെരുവിലൂടെ നടക്കുകയാണ്. ഒരു മനുഷ്യൻ കുഞ്ഞിനെ പോലും വല്ലപ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ. വളരെ അപൂർവം. തണുപ്പല്ലേ മൊത്തത്തിൽ. ഇവിടെ -20 മുതൽ +40 വരെയാണ് ഇവിടുത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വിൻ്ററിൽ -20 വരെയൊക്കെ പോവും. സമ്മർ ആകുമ്പോഴത്തേക്കിനും +40 ആ റേഞ്ചിലൊക്കെ പോവും. ഇതെന്താ മാർക്കറ്റാണോ ഇത്? കണ്ടിട്ട് എന്തോ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റ് എന്താണെന്ന് തോന്നുന്നല്ലോ. മീനും പിടിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ വല്ല ഫുഡും കിട്ടുമോ? ലെറ്റ് മീ ജസ്റ്റ് ഗോ ഇൻസൈഡ് ആൻഡ് സീ. ഇതെന്താ സംഭവം? എൻ്റെ അമ്മേ, അത് ശരി. ഞാൻ ചോദിച്ചു പട്ടാളക്കാരൻ നിൽക്കുവാന്ന്. ജാക്കറ്റ് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ്. സൂപ്പർ മാർക്കറ്റ് പോലും അല്ല. ഇതൊന്നും ആരും ഇല്ലല്ലോ. ഓഫ്, വേണ്ട എന്താ ഇനി വല്ല പോലീസുകാരുടെ കടയിൽ വല്ലതും ആയിരിക്കൂ, അങ്ങനെ വല്ലതും ആയിരിക്കൂ. ആയിരിക്കത്തില്ല. അയ്യോ, റെസ്റ്റോറൻ്റ് അവിടെ. എൻ്റെ ആകെ $200 മാറിയ പൈസ, അതായത് 20,000 റൂബിളുണ്ട്. 20,000 റൂബിളെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 18,000 രൂപ. ഈ പൈസയാണ് എൻ്റെ ആകെ ഉള്ളത്. എനിക്ക് ഇവിടെ ATM നിന്ന് പൈസ എടുക്കാനോ എനിക്ക് വേറെ മാറാനായിട്ട് എൻ്റെ ഡോളറോ അങ്ങനെ ഒരു സംഭവമില്ല, ഒരു കുന്തവും ഇല്ല. അപ്പോൾ ഈ പൈസ വെച്ചിട്ട് വേണം അടുത്ത 3-4 ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യണത്. അടിപൊളി. അതായത് നോക്കിയും കണ്ട് സ്പെൻഡ് ചെയ്യണം. അത് ഇൻക്ലൂഡിങ് ഹോട്ടലാണേ. ഭക്ഷണം, ഹോട്ടൽ എല്ലാം. വേറെ പരിപാടിയൊന്നും നടക്കില്ല, കാശില്ല, എടുക്കാനും വഴിയില്ല. അടിപൊളി. ഇതുണ്ടോ, പ്രൊവോക്കേറ്റർ അസ്ത്രഖാൻ മെൻസ് ക്ലബ്ബെന്ന്, മനസ്സിലായോ? അതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി. ഇതിൽ മുമ്പിലും മൊണാലിസയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ റഷ്യയിൽ ഈ മെൻസ് ക്ലബ്ബുകളൊക്കെ ഭയങ്കര കോമണാണ്, എല്ലായിടത്തും ഉണ്ട്. മെൻസ് ക്ലബ്ബ്, സ്ട്രിപ്പ് ക്ലബ്ബ് വരെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. റഷ്യയിലെ ഒരു ചെറിയൊരു നഗരമാണ് ഇത്, ചെറിയൊരു നഗരം. ആ ചെറിയൊരു നഗരത്തിലെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ? ഇതുപോലെ ഈ പോസ്റ്റും കമ്പിയും അങ്ങനത്തെ സംഭവങ്ങൾ, ഇലക്ട്രിക് കമ്പിയൊക്കെ വെച്ചിട്ടുള്ള നഗരങ്ങളൊക്കെ ശരിക്കും ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ അതെല്ലാം മാറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാർബർ ഷോപ്പ്. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സിറ്റി സെൻറ്റർ ഏരിയയിലേക്ക് നടക്കുകയാണ്. അവിടെ ഒരു ക്രെംലിൻ ഉണ്ട്. ആ ക്രെംലിനും നിയർ ബൈ ആ ഭാഗത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. സോ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. സോ വി ഗോ ദെയർ. എങ്ങനെയാണ് റോഡൊന്ന് ക്രോസ് ചെയ്യുക? സിബ്രാലൈനൊന്നും കാണുന്നില്ലല്ലോ. ജോസഫ് സാറിൻ്റെ കാലത്തെ കെട്ടിടങ്ങൾ തന്നെയാണ്, ഉറപ്പാണ്. എന്ത് രസമല്ലേ, എന്ത് ഭംഗിയല്ലേ. ഇത് കണ്ടില്ലേ പുതിയ കെട്ടിടം? എന്തിനുള്ള ഇത്? ഈ ആ പഴയ കെട്ടിടങ്ങളൊക്കെ എന്ത് ലുക്കാണ് കാണാൻ. എൻ്റെ നാട്ടിൽ ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത ജിയോ നോട്ട് വർക്കിംഗ്, എയർടെൽ നോട്ട് വർക്കിംഗ്, പിന്നെ എയറാലോ നോട്ട് വർക്കിംഗ്, നത്തിങ് വർക്കിംഗ്. ആകെ ഷഫാഫ് 2 സിം എടുത്ത് ഷഫാഫ് ആക്ച്വലി ഞാൻ ഡൽഹി വിസ എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഡൽഹി വിസ എടുക്കാനാണ് പോയുള്ളൂ. ഞാൻ വീട്ടിൽ പോയില്ല ഇത്തവണ. ഞാൻ ആകെ 2 ദിവസം ഡൽഹി ഉണ്ടായിരുന്നുള്ളൂ. അവൻ അതിൻ്റെ തലയാഴ്ച നാട്ടിൽ പോയിരുന്നു. സിം കാർഡ് എടുത്തിട്ട് വിസ ചെയ്യുന്ന ഏജൻറ്റിനടുത്ത് കൊറിയർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് 2 സിം കിട്ടിയത്, ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 2 സിം കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് സിം എടുക്കേണ്ടി വന്നേനെ. അത് മാത്രമല്ല, എനിക്ക് ഇമിഗ്രേഷനിൽ എന്തെങ്കിലും ഡേറ്റയോ അങ്ങനെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആയേനെ. അതുകൊണ്ട് സിം എടുപ്പിച്ച 2 നേരത്തെ. അത് വേറെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ സിമ്മുകൾക്ക് ഹോട്ട്സ്പോട്ട് വർക്ക് ചെയ്യില്ലെന്നേ.
ഒരു ഫോണിലെ സിമ്മ് അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹോട്ട്സ്പോട്ട് വേറെ വർക്ക് ചെയ്യില്ല. അങ്ങനെയൊക്കെയുണ്ട്, ചില സ്ഥലത്ത് അങ്ങനെയൊക്കെയുണ്ട്. ഹോട്ട്സ്പോട്ട് വർക്ക് ചെയ്യാത്തൊക്കെയുണ്ട്. ഹോട്ട്സ്പോട്ടൊക്കെ ആയി പോകുന്നുണ്ട്. തണുപ്പ് പറഞ്ഞോളൂ, സോറി. വിറച്ചേ, ഇത്രയും നേരം ഒന്നും പുറത്താരും നടക്കില്ല ഇവിടെ. ഞാനിത് നടക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ, സാധാരണ സമ്മർ സ്ഥലങ്ങളിൽ പോലെ. നിങ്ങൾ നോക്കുമ്പോൾ പുറത്ത് സമ്മറാന്നൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ അയ്യോ ഗ്ലൗസ് പോലും ഇടാൻ നടക്കാൻ പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. ഇത് നമ്മുടെ വോൾഗ റിവറിലേക്ക് പോകുന്ന ഏതോ ഒരു കൈവഴി നദിയില്ല, ചെറിയൊരു തോടെന്നൊക്കെ വേണേൽ പറയാം. റഷ്യയിൽ കയറി കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ സെൻട്രൽ ഏഷ്യ പോലെ ആയിരിക്കത്തില്ല. ഇവിടെ സിറ്റി ടു സിറ്റി ബസ്സുകളും ട്രെയിനുകളും വെൽ കണക്റ്റഡ് ആണ്. റഷ്യൻ മിക്ക സ്ഥലത്തേക്കും ട്രെയിനുകളും ബസ്സുകളും ഒക്കെ ആയിട്ട് മണിക്കൂറുകൾ ഓടണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ സോവിയറ്റ് കാലത്ത് ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ ചിത്രങ്ങൾ വരച്ച് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതേപോലെയുള്ള പല സംഭവങ്ങളും ഇവിടുത്തെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും സ്കൈ നല്ല ക്ലിയർ ആണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇത് ചുമ്മാ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിറ്റി വ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ പഴയ കെട്ടിടങ്ങളാണോ നോക്കി, നല്ല ചിലതൊക്കെ മെയിൻറ്റൈൻഡ് ആണ്, ചിലതൊന്നും മെയിൻറ്റൈൻഡ് അല്ല. സിറ്റിയൊക്കെ എന്ത് നീറ്റാല്ലേ മൊത്തത്തിൽ, നല്ല അടിപൊളി സിറ്റിയാണ്. തിരക്കുണ്ട്, റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കെട്ടിടങ്ങളൊക്കെ എല്ലാം വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെട്ടിടങ്ങളാണ്. എനിക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അതാണെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ടു. റോഡിൽ നടക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അതൊക്കെ നോക്കി ശരിക്കും ചില സമയത്ത് നമ്മൾ കൊൽക്കത്തയിൽ വല്ലതും ആണെന്നൊക്കെ തോന്നിപ്പോവും, ചില സമയത്ത് ലണ്ടൻ ആണെന്നൊക്കെ തോന്നിപ്പോവും. ലണ്ടനും കൊൽക്കത്തയൊക്കെ ആണല്ലോ, ലണ്ടൻ്റെ മറ്റൊരു വകേതമായിരുന്നല്ലോ കൊൽക്കത്തയിലുണ്ടായിരുന്നത് അല്ലേ. ഞാൻ നടന്ന് ക്രെംലിൻ എത്തുന്നില്ലല്ലോ. ആ കാണുന്നതാണ് ക്രെംലിൻ, അങ്ങോട്ടേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ റെഡാണ് കിടക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ MG റോഡെന്നൊക്കെ പറയുന്ന പോലെ റഷ്യയിലൊക്കെ എവിടെ പോയാലും ലെനിൻ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവും. ലെനിൻ ആരാണെന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ലെനിൻ സ്ക്വയർ ഉണ്ട് മുമ്പിൽ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എവിടെയാണെന്ന് നോക്കാം. അത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ലുക്സ് ലൈക്ക് അങ്ങോട്ട്. അപ്പോൾ അതിനോട് ചോദിച്ചാലോ. ഹായ് ബ്രദർ. ഹലോ ക്രെംലിൻ, ഹൗ ക്യാൻ ഐ ഗോ ഇൻസൈഡ്? Do you know how can I go inside? This side or this side? Можно оттуда, без разницы. Okay, thank you. ഏത് വഴി കൂടെ പോയാലും പോകാമെന്നാണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞത്. കൊച്ചു പിള്ളേർക്ക് പോലും ഇംഗ്ലീഷൊന്നും മനസ്സിലാകത്തില്ലേ? ഇത് ഇംഗ്ലീഷൊന്നും പഠിപ്പിക്കുന്നില്ലേ? നമ്മുടെ അവിടെയൊക്കെ എന്ത് ബെറ്റർ അല്ലേ? നമ്മളൊക്കെ കൊച്ചു പിള്ളേർ, ഇപ്പോൾ ഋഷിക്ക് പോലും ഇംഗ്ലീഷ് ചോദിച്ചാൽ മനസ്സിലാവും, 3 വയസ്സേ ആയിട്ടുള്ളതാണ് ഇല്ലേ? അതുപോലെ നമ്മുടെ പിള്ളേർ നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് തിരിച്ച് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും ചോദിച്ച കാര്യങ്ങൾ സംസാരിക്കാം, അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്കിലും പറഞ്ഞു തരത്തില്ലേ? പക്ഷേ ഞാൻ ആംഗ്യം കാണിച്ച് ചോദിച്ചത് അവന് മനസ്സിലായി. അവനാണ് അത് റഷ്യയിൽ മറുപടി പറഞ്ഞത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മതി എന്നായിരിക്കും അവൻ പറഞ്ഞാൽ തോന്നുന്നു. ആ ഒരു ക്രെംലിൻ്റെ ചുറ്റുമതിലേ ഉണ്ടോ, ഏകദേശം 11 ഹെക്ടർ സ്ഥലത്താണ് ഈ ഒരു ക്രെംലിൻ സ്ഥിതി ചെയ്യുന്നത്. ക്രെംലിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ആക്ച്വലി ഒരു ഫോർട്രസ് ആണ്. ഇതിനകത്തൊരു കത്തീഡ്രൽ ഉണ്ട്. ബേസിക്കലി ഇത്രയും വലുതല്ലെങ്കിലും ഒരു ബേസിക് ചർച്ചും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. KFCയോ? ഇവിടെ KFC ഒക്കെ ഉണ്ടോ? ഒക്കെ പൂട്ടി കിട്ടിയല്ലേ? KFCയുടെ വ്യാജനായിരിക്കും. അയ്യോ, അത് ഓർത്തപ്പോഴാണ് റഷ്യയിലെ KFC വേറെ ലെവലാട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വന്നപ്പോൾ ട്രൈ ചെയ്താൽ കിട്ടില്ല. KFC നല്ല അടിപൊളി സ്പൈസി ചിക്കൻ അവിടെ കിട്ടും. നോക്കട്ടെ. സബ്വേ ഇതൊക്കെ പൂട്ടിക്കെട്ടി പോയതാണല്ലോ. സബ്വേ മക്ഡൊണാൾഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ മേ ബി ചിലപ്പോൾ എന്താ പറയുക വേറെ പേരിൽ അതിൻ്റെ ബോർഡ് മാറ്റാത്തതായിരിക്കാം, അറിയില്ല. ലെറ്റ് സി. പക്ഷേ ഇവിടെ KFC ഇവരുടെ ലോക്കലി തുടങ്ങിയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇതാണോ ഇത് ഏതോ സംഭവം? എങ്ങോട്ടാണ് കയറണ്ടേ? ഐഡിയയും കിട്ടുന്നില്ലല്ലോ. ഒരു ഷോപ്പിംഗ് മോൾ പോലെ എന്തോ സ്ഥലം തോന്നി. ഇവിടെ ഔട്ട്ഡോറൊന്നും കിട്ടൂല, എല്ലാം ഇൻഡോർ അല്ലേ. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇവിടെ KFCയിൽ വന്ന് മെഷീനകത്ത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിനും നമുക്ക് കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, ക്യാഷിൻ്റെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ കൗണ്ടറിൽ പോയി ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് കാണിച്ചു കൊടുത്തു. 3 സ്ട്രിപ്സും 3 വിങ്സും തരാൻ പറഞ്ഞു. എൻ്റെ കാശ് അവിടെ കിട്ടും. ക്യാഷല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ബ്രിക്സൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ശരിയാവും, സെറ്റപ്പാവും എന്നൊക്കെ വിചാരിക്കുക. അല്ലാണ്ട് പിന്നെ ചെയ്യാം. ശരിക്കും ഈ അമേരിക്കയുടെ പ്രതിരോധം കാരണമാണല്ലോ ഇപ്പം ശരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വിസ കാർഡും മാസ്റ്റർ കാർഡും ഉപയോഗിക്കാൻ പറ്റാത്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ വന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്രെംലിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ക്രെംലിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു കോട്ടവാതിൽ പോലത്തെ ഒരു വാതിലുണ്ട്. ഇവിടെ വലിയൊരു ഗേറ്റുണ്ട്. ഇതിനകത്ത് വലിയ സെറ്റപ്പാട്ടോ. തടി കൊണ്ടുണ്ടാക്കിയ എന്തൊക്കെയോ പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഇത് കംപ്ലീറ്റ് ഇഷ്ടിക പണിയാട്ടോ. ഇവിടെയുള്ള കെട്ടിടങ്ങൾ ഭൂരിഭാഗവും പഴയ കെട്ടിടങ്ങളൊക്കെ ഭൂരിഭാഗവും ഇഷ്ടിക വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാവ്. നമ്മുടെ വോൾഗ നദിയുടെ തീരത്തുള്ള വോൾഗ ഡെൽറ്റയിലുള്ള ചെറിയൊരു മലയുടെ മേളിലായിട്ടാണ് ഈ ഒരു ക്രെംലിൻ സ്ഥിതി ചെയ്യുന്നത്. 1581 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 1581.
നമ്മുടെ ഇബിൻ ബത്തൂത്ത ഇല്ലേ, ഇബിൻ ബത്തൂത്ത മൊറോക്കോയിലെ ടാഞ്ചിയർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മനാട്. നമ്മൾ പണ്ട് അവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് കാണാനായിട്ടൊക്കെ. അദ്ദേഹം മൊറോക്കോയിൽ നിന്നും മക്കയിലേക്ക് ഉള്ള യാത്ര ഏകദേശം 29 വർഷത്തോളം എടുത്ത് നീണ്ട ആ വലിയൊരു യാത്ര, ആ യാത്രയിൽ അദ്ദേഹം ഈ അസ്ത്രഖാനിൽ വന്ന് ഒരു വിൻ്റർ കംപ്ലീറ്റ് ഇവിടെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഈ അസ്ത്രഖാൻ എന്ന് പറഞ്ഞ ഈ നഗരത്തെപ്പറ്റി കുറേ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. ഈ വോൾഗ നദിയെപ്പറ്റിയും ഇവിടുത്തെ സംസ്കാരത്തെപ്പറ്റിയും ഇവിടുത്തെ വിൻ്ററിലെ ആളുകളുടെ ജീവിതത്തെപ്പറ്റിയുമൊക്കെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ഇവിടുത്തെ അസ്ത്രഖാനിനെ പറ്റിയൊക്കെ വായിച്ചപ്പോഴത്തേക്കിനും എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഇവിടെ ഇത് ഭയങ്കര രസമുള്ളത് ഇതിൻ്റെ മെയിൻ ക്രെംലിൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ശരിക്കും തോന്നുന്നു ഇത് ഇവിടുത്തെ പാലസും ഇതിവിടുത്തെ കത്തീഡ്രലുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ക്രിസ്മസിനെയും പുതുവത്സരത്തെയൊക്കെ വരവേൽക്കുന്നതിന് വേണ്ടി വലിയൊരു ക്രിസ്തുമസ് ട്രീ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്ന തിരക്കുകളിലാണ് കംപ്ലീറ്റ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് അവിടെയായിരുന്നു കേട്ടോ. ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസും ബെൽ ടവറും മറ്റുമൊക്കെ. ക്ലോക്ക് ടവർ, ബെൽ ടവർ അതെല്ലാം അവിടെയാണ്. പിന്നെ ഈ കാണുന്നത് മിക്കവാറും അത് കത്തീഡ്രൽ ആയിരിക്കാനാണ് സാധ്യത. ഇതും പാലസോ കത്തീഡ്രലോ എന്തോ ആണ്. അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. അകത്ത് കയറാൻ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അകത്ത് കയറാം. നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളത് റഷ്യയുടെ സദേൺ ഭാഗത്താണ്. ഈ ഒരു ക്രെംലിൻ എനിക്ക് തോന്നുന്നു 1, 2, 3 നിലകളിലായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഇതിനകത്തേക്ക് കയറാനുള്ള വഴിയൊന്നും കാണുന്നില്ല. ലെറ്റ് മീ ജസ്റ്റ് ഗോ ആൻഡ് സീ. ഓ വാവ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. കൊള്ളാലോ. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഒരു ക്രെംലിനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ സാധാരണ പള്ളികളിൽ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു അൽത്താര ഇവിടെ കാണുന്നത്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. മെഴുകുതിരി സ്റ്റാൻഡ്, പിന്നെ നമുക്ക് ധാരാളം ചിത്രങ്ങൾ കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെയും പിന്നെ മറ്റ് പല ആളുകളുടെയും ധാരാളം ചിത്രങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ. ഓ, ഇറ്റ്സ് നൈസ് നോ. മൊത്തത്തിൽ നമ്മളൊരു മൊണാസ്ട്രിക്കുള്ളിൽ കയറി പോകുന്നൊരു ഫീലാണ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. എന്ത് രസമായിരുന്നല്ലേ അകത്ത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാട്ടോ. ശരിക്കും ഇതൊക്കെ ഇവർ റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനായിട്ട് നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ പള്ളികൾ ചില സമയത്ത് നമുക്ക് ഒരു മുസ്ലിം പള്ളിയുടെയൊക്കെ ചെറിയൊരു, അതായത് മോസ്കിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഡിസൈനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത്. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് അതിൻ്റെ മുകളിലെ ആ ഡോമൊക്കെ നമുക്ക് ഏകദേശം അതേപോലെയൊക്കെ ഫീൽ ചെയ്യും. കത്തീഡ്രലും മോസ്കും ഒക്കെ ഒരു വലിയൊരു സിമിലാരിറ്റി നമുക്ക് തോന്നും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഈ ഒരു ബെൽ ടവർ ആൻഡ് ക്ലോക്ക് ടവറാണ്. ദാറ്റ്സ് റിയലി ഗുഡ് അല്ലേ, നല്ല ഭംഗിയല്ലേ. ഇത് കണ്ടോ, ഒരു ബാരൽ പോലെ, എന്തോ ഒരു സുവനീർ ഷോപ്പ് എന്തോ ആയിരുന്നു, അത് ക്ലോസ് ചെയ്തിട്ടിരിക്കേണ്ട ഒരു ബാരൽ പോലെ. ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ കണ്ടോ, അതായത് ഇതിൻ്റെ ചുറ്റിനുമുള്ള ഈ ഒരു കോട്ട മതിലാണ് ഈ കാണുന്നത്. ആ ഒരു കോട്ട മതിൽ ആ ഒരു ഇഷ്ടിക അതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കാണുന്ന വുഡൻ ഇതൊക്കെ കൊടുത്താൽ കംപ്ലീറ്റ് അതിൻ്റെ റൂഫെല്ലാം കംപ്ലീറ്റ് വുഡിൻ്റെ സംഭവങ്ങളാണ്. എന്ത് രസമല്ലേ. ദിസ് ഇസ് സോ ബിഗ്. ഇത് വലിയൊരു ഏരിയ ആണ്. ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ഇങ്ങനെ നടക്കാം. ഓ, ഇത് ശരിക്കും ഇറ്റ്സ് റിയലി ഗുഡ് അല്ലേ. ഇങ്ങനെയുള്ള എന്തോരം സ്ഥലങ്ങളാണ്, എന്തോരം സംഭവങ്ങളാണ് റഷ്യയിലുള്ളതെന്നറിയോ. റഷ്യയിൽ മാത്രമല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകുമ്പോഴത്തേക്കും യൂറോപ്പിലും എല്ലായിടത്തും നമുക്ക് ഇതുപോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതികൾ കാണാൻ സാധിക്കും. ഇറ്റ്സ് റിയലി ഗുഡ്. ഇതിൻ്റെ പുറകിൽ ഒരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മേ ബി വല്ല അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സുവനീർ കിട്ടുമെന്ന് നോക്കാം. അധികം ആൾക്കാർ വരുന്ന സ്ഥലമൊന്നുമല്ല. റസീഷ അസ്ത്രഖാൻ എഴുതിയിരിക്കുന്ന ഒരു സുവനീർ ഞാൻ വാങ്ങിച്ചു. റഷ്യൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ ഈ ഒരു ക്രെംലിൻ്റെ ചിത്രമാണ് അവർ ബേസിക്കലി കൊടുത്തിരിക്കുന്നത്. 50 രൂപ ഉള്ളൂ കേട്ടോ അതിന്. 50 റുപ്പീസ്, അതായത് 50 റൂബിൾ എന്ന് പറയുമ്പോൾ ഏകദേശം 45 രൂപ അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷേ ഫോറിനേഴ്സ് ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ശരിക്കും നമ്മുടെ യൂറോപ്യൻസ് അവരുടെ ഒരു ഫേമസ് റൂട്ടാണ് ഈ സെൻട്രൽ ഏഷ്യ വഴി ഏഷ്യയിലേക്ക് പോകാന്നുള്ളത്. തണുപ്പാട്ടോ, തണുപ്പ് സഹിക്കാനുള്ള ഭയങ്കര തണുപ്പ്. ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് തണുക്കുന്നു. അതായത് യൂറോപ്യൻസ് അധികം റഷ്യ എക്സ്പ്ലോർ ചെയ്യില്ല. കാരണം അവർക്കറിയാം, അവർക്ക് റഷ്യയിൽ താല്പര്യമില്ല ഇപ്പം പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ ഇവർ ഈ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനായിട്ട് ഞാനിപ്പോൾ ഈ പോകുന്ന റൂട്ടാണ് ബേസിക്കലി ഇവർ യൂസ് ചെയ്യുന്നത്. അസ്ത്രഖാൻ വന്നിട്ട് ഇവിടെ നിന്ന് അവർ ജോർജിയയിലേക്ക് പോയിട്ട് അങ്ങനെ തുർക്കി വഴി യൂറോപ്പിൽ പോകുന്ന രീതിയിലാണ് കൂടുതൽ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നത്. കം ഓൺ മാൻ, ഐ കനോട്ട് വാക്ക്. അതുപോലെ കാറ്റടിക്കുമ്പോഴാണ് ഒരു രക്ഷയില്ലാത്തത്. ഈ ഒരു കാരവനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യാനുള്ള കുറേ ടിപ്സും മറ്റുമൊക്കെ കിട്ടും. ആ വെബ്സൈറ്റാണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. ശരിക്കും മോസ്കോയിലെ ക്രെംലിനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദിസ് ഈസ് സംതിങ് ഗുഡ്. പുറത്ത് നോക്കുമ്പോൾ എന്ത് രസമല്ലേ. ഇത് കണ്ടോ, ഇത് അസ്ത്രഖാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവരുടെ റഷ്യൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അസ്ത്രഖാൻ എന്തോ ഒരു ഫൗണ്ടറാണെന്ന് തോന്നുന്നു. ആ ഫൗണ്ടറിൻ്റെ നടുക്കൊരു ഒരു സ്ത്രീയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഇപ്പം വിൻ്റർ ആയില്ലേ, അതുകൊണ്ട് ഫൗണ്ടനൊന്നും ഇല്ല. ഇവിടെ താഴെ കിടക്കുന്ന വെള്ളം കണ്ടോ, ഐസായി അടിപൊളി പോലെ ഐസായി കിടക്കുന്ന വെള്ളം. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇല്ല, അതെല്ലാം റഷ്യനിലായിരിക്കും എഴുതി വെച്ചിരിക്കുന്നതും പലതും. ഇത് എന്തോ ഒരു ബൊട്ടീക്ക് സ്റ്റോറോ ഫ്ലവർ ഷോപ്പോ അങ്ങനെ എന്തോ ആണ്. അത് തന്നെ ബൊട്ടീക്ക് കണ്ടോ, ബൊട്ടീക്ക്. എല്ലാം ഒരു ക്രിസ്മസ് വൈബിലേക്ക് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആക്ച്വലി എനിക്ക് റഷ്യയിൽ ചിലവഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റഷ്യയിലില്ല. നമ്മൾ ക്രിസ്മസിന് നമ്മളൊരു 2-3 ദിവസം കൊണ്ട് നമ്മൾ റഷ്യ എക്സിറ്റ് ചെയ്ത് ജോർജിയയിൽ കയറും. ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ മിക്കവാറും ടർക്കിയിലായിരിക്കും. എനിക്ക് ആക്ച്വലി ആ സമയത്ത്, അതായത് ഡിസംബർ 25 മുതൽ ജനുവരി 5 വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എൻ്റെ അച്ഛന് 70 വയസ്സായതിൻ്റെ പ്രമാണിച്ച് ഞങ്ങൾ അച്ഛൻ്റെ ഒരു സപ്തതി എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് ഞങ്ങൾ ജനുവരി 5 ഞങ്ങളിങ്ങനെ ടെൻറ്റേറ്റീവായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ എനിക്കത് അച്ഛൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേക്കുള്ളിൽ, അതായത് മാർച്ചിലാണ് അച്ഛൻ്റെ ബർത്ത്ഡേ, അതിന് മുമ്പായിട്ട് അത് ചെയ്യണം. അപ്പോൾ അന്നേരത്തേക്കിന് എൻ്റെ ട്രിപ്പ് തീരില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ ഒരു സമയത്ത് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ട്രാവലിംഗ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ തന്നെ എക്സ്പെൻസീവാണ്. ആ സമയത്ത് ട്രാവലിംഗ് ഒന്നും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം എല്ലാവരും ട്രാവൽ ചെയ്യുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് എന്തായാലും നാട്ടിൽ പോകണം. അപ്പോൾ ഞാൻ മിക്കവാറും ഇസ്താൻബുളിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ കയറിയിട്ട് ബൾഗേറിയയിൽ നിന്നോ ഗ്രീസിൽ നിന്നോ എവിടെന്നെങ്കിലും നാട്ടിൽ പോകണം. ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ഭയങ്കര റേറ്റാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും. പണ്ടത്തെ ഒരു വുഡൻ കെട്ടിടത്തേക്ക് ശരിക്കും ഇങ്ങനെ ആയിരുന്നു പണ്ട് ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും വീടുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നീട് മാറിയിട്ടാണ് പിന്നെ ആ ലെവലിലുള്ള കെട്ടിടങ്ങൾ വന്നത്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും റഷ്യയുടെ പ്രാന്തപ്രദേശങ്ങളിലും അതേപോലെ തന്നെ കസാക്കിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടായിരുന്നു. സെൻട്രൽ ഏഷ്യയിലൊക്കെ ഇങ്ങനത്തെ ധാരാളം കെട്ടിടങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2-3 പഴയ കെട്ടിടങ്ങൾ ഇപ്പോൾ അതേപോലെ ആ ഒരു എന്താ പറയുക വൈബൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. എന്തല്ലേ നല്ല രസമുണ്ടല്ലേ. ഇത് എനിക്കൊന്ന് കടകൾ മറ്റോ ആയിരുന്നു എന്നൊരു സംശയമുണ്ട്. ഇതിങ്ങനെ തുറക്കാവുന്ന രീതിയിൽ കുറേ ഷട്ടറുകൾ പോലെ കുറേ ഇങ്ങനെ ഒരു സംഭവം കാണാം. കണ്ടോ, അതായത് പുതിയ കെട്ടിടത്തിൽ ഷട്ടറില്ലേ, അതേപോലത്തെയാണ് ആ പഴയ നമ്മൾ കണ്ട അവിടെ. നമ്മൾ നേരത്തെ കണ്ട വോൾഗാർ നദിയിലേക്ക് പോകുന്നൊരു ചെറിയ കൈവഴിയാണ് കേട്ടോ. അതിൻ്റെ സൈഡ് പോലും കെട്ടിത്തിരിച്ച് ഫുള്ള് ഗാർഡനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി കുട്ടപ്പനാക്കി ഇട്ടിരിക്കുന്നുണ്ടല്ലോ. എല്ലായിടത്തും സോളാർ പാനലും ലൈറ്റിങ്ങും ബാക്കിയുള്ള പരിപാടികളും ഒക്കെ കൊടുത്തിട്ട് നൈസ് നോ. ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ച, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നൊരു ബോർഡർ ക്രോസിങ് ഇത്ര സിമ്പിളായി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് എന്നോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ റഷ്യയിലേക്ക് കടത്തി വിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഇതിന് മുമ്പ് പലതവണ റഷ്യയിൽ വന്നപ്പോഴും ഞാൻ വലിയ രീതിയിലുള്ള ഹരാസ്മെൻറ്റാണ് ഞാൻ ആക്ച്വലി ഇമിഗ്രേഷനിൽ നിന്ന് അനുഭവപ്പെട്ടത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഞാനിപ്പോൾ ചിന്തിച്ചപ്പോൾ എന്താ മനസ്സിലാണെന്നറിയാമോ, നമ്മുടെ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ്. മേ ബി അതായിരിക്കാം. കാരണം കഴിഞ്ഞ ദിവസം ബ്രിക്സ് ഉച്ചകോടിയും മറ്റുമൊക്കെ നടന്നു ഇല്ലേ, കസാനിൽ വെച്ചിട്ട്. കസാനിൽ എടുത്താൽ കേട്ടോ, കസാൻ വേണേൽ പോകാം, പക്ഷേ വേണ്ട, ദാറ്റ് ഈസ് നോട്ട് അവർ റൂട്ട് നൗ. കസാനിൽ വെച്ചിട്ട് നടന്ന ബ്രിക്സ് ഉച്ചകോടിയും ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം ചിലപ്പം എനിക്ക് അത്രയധികം ഈസി ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൈ ഗോഡ്, റഷ്യ ഒരു തവണ പോയിട്ടുള്ളവർക്ക് അറിയാം, ഉറപ്പാണ് 100% പിടിച്ച് മാറി ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെയാണ് വിടുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കും, ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കും. ഇതിനു മുമ്പ് എൻ്റെ മൊബൈൽ വരെ പരിശോധിച്ച് കംപ്ലീറ്റ് വാട്സപ്പും മെസ്സേജൊക്കെ നോക്കി ഗാലറിയൊക്കെ നോക്കി എല്ലാം ചെയ്ത ആൾക്കാരാണ്. സോ മേ ബി അതായിരിക്കാം അതിൻ്റെ ഒരു റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മളിപ്പോഴത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ ഒത്തിരി പരാമർശിക്കും, ഒത്തിരി വിമർശിക്കും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഒരു ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കത് പല സ്ഥലത്തും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ അത്യാവശ്യം വിലയുണ്ടെന്നേ, പണ്ടത്തെ പോലെ അല്ലെന്നേ. പണ്ട് ശരിക്കും ഭയങ്കര മോശമായിരുന്നു. ഇന്ത്യ എന്ന് പറയുമ്പം ഇമിഗ്രേഷനിലൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുകയും പല ആൾക്കാരും നമ്മളോട് പല രീതിയിലൊക്കെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ആളുകൾക്ക് ഭയങ്കര താല്പര്യമുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും. അപ്പോൾ ലൈക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പല രാജ്യങ്ങളുമായിട്ടും ബെറ്റർ ആവുന്നതിൻ്റെ ഒരു റീസൺ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പം തിങ്സ് ആർ വെരി ഈസി അല്ലേ. ഇതെന്താ കട എന്നറിയാമോ, വെയ്പ്പ് ഷോപ്പ്. അതായത് ഇവിടെ സിഗരറ്റിനെക്കാട്ടി കൂടുതൽ ആളുകൾ വലിക്കുന്നത് വെയ്പ്പാണ്. നമ്മുടെ നാട്ടിൽ ഈ സിഗരറ്റ്സ് നിരോധിച്ചിരിക്കുകയാണല്ലോ, ഈ സിഗരറ്റ്സ് നമ്മുടെ നാട്ടിൽ പറ്റില്ല. അപ്പോൾ ഇവിടെ അതാണ് കൂടുതൽ ആളുകൾ ഇനി അങ്ങോട്ട് യൂറോപ്പിലും മറ്റൊക്കെ വലിക്കുന്നത്. അങ്ങനെ വെയ്പ്പ് മാത്രം വിൽക്കുന്നൊരു കട കണ്ടാ. ഇതും കൊണ്ട് ഫുൾ വുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, വുഡിൻ്റെ പരിപാടികളൊക്കെ. ഇതെന്താ, ഇതൊരു ബേക്കറി എന്തോ ആണ്. ഇതെന്താ സംഭവം, വാട്ട് ഇസ് ദിസ്?
അയ്യോ ഞാൻ ഉദ്ദേശിച്ച സംഭവമാണോ? അല്ല, ഡേർട്ടി മൈൻഡ്. നോ, നോട്ട്സ് ദാറ്റ്. അത് വേറെന്തോ സംഭവമാണ് അത് പരിപാടി. റഷ്യയൊക്കെ ഇപ്പോൾ ഒരു യൂറോപ്പ് പോലെ ആയി മാറി. ഇത് ബേസിക്കലി യൂറോപ്പാണ് ഇപ്പോൾ ഉള്ളത്, എന്നാലും പക്ഷേ ഒരു യൂറോപ്യൻ ടച്ചാണ് മൊത്തത്തിൽ എല്ലായിടത്തും. നോക്കി, വെറുതെ അല്ല, സത്യം പറഞ്ഞുണ്ടല്ലോ, അമേരിക്ക പോകുന്ന പോലെയാണ് ഇപ്പോൾ റഷ്യ പോകേണ്ടത്. വിസ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും മൊത്തത്തിൽ എല്ലാം വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. ദിസ് ബിൽഡിംഗ് ഈസ് ഓൾസോ നൈസ്. അപ്പോൾ നേരെ ഇരുട്ടാറായി. ഇവിടെ നല്ല അടിപൊളി ബിൽഡിങ്ങുകൾ കുറേ ഉണ്ടല്ലോ മോനെ, തകർത്ത്. എന്തോ മെയിൻ്റനൻസ് വർക്കാന്ന് തോന്നുന്നു. ആ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണ്ടില്ലേ, യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. നമ്മളൊക്കെയാണെങ്കിൽ പലക അടിച്ച് ചെയ്യും അല്ലേ അല്ലേ? ഇതുണ്ടല്ലേ, ഫുൾ ഓരോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഓരോ പരിപാടികൾ. ഇവിടുത്തെ ഏതോ ഒരു ലോക്കൽ പബ്ബ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. അടിപൊളി. നോക്കി പക്ഷൂടാ, പാവളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് ടെഡി ബിയർ അല്ലേ? അയ്യോടാ, എന്ത് ക്യൂട്ടാ അല്ലേ. ഇത് ആരും എടുത്തോണ്ട് പോകത്തില്ലേ? ആരും എടുത്തോണ്ട് പോകില്ലേ? ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരിക്കും അല്ലേ? നൈസ്. നോ, എന്ത് രസമല്ലേ, തണുത്ത് വിറച്ചിരിക്കുകയായിരിക്കും പാവളവിടെ. ഇതെന്തോ ഒരു കോഫി ഷോപ്പാണെന്ന് തോന്നി കാണുന്നത് അകത്ത്. എനിക്ക് ഈ സ്ട്രീറ്റുകളിലൂടെ ഈ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ കണ്ട് നടക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? ഭയങ്കര ഭംഗിയല്ലേ ഇത്. ശരിക്കും ഞാൻ പറയുമ്പം നിങ്ങൾ പറയും ഞാൻ നാടിനെ കുറ്റം പറയാമെന്ന്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് കിട്ടാൻ ഭയങ്കര പാടല്ലേ അല്ലേ? അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് ശരിക്കും ഒരു നല്ലൊരു നഗര സൗന്ദര്യവൽക്കരണം ചെയ്യുന്നതിൻ്റെ പ്ലാനുകളില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് തോന്നിയപടി സ്വന്തമായിട്ടൊരു പ്ലാൻ വരച്ച് അപ്രൂവൽ കിട്ടിയില്ലെങ്കിലും കാശ് കൊടുത്ത് അപ്രൂവൽ എടുത്തിട്ട് എന്ത് വേണമെങ്കിലും പണിത് വെക്കാം. പക്ഷേ അത് ഒരേ ഡിസൈനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു പ്രോപ്പർ ഡിസൈനിലല്ലേ കെട്ടിടങ്ങളൊക്കെ പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റി ആണെങ്കിലും എന്താണേലും വില്ലേജ് ആണെങ്കിലും കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്. ഇതൊക്കെ ഒരു പൈസ മുടക്കി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ ഈ കാണുന്നത്? ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളല്ലേ. ചിലതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ പുവർലി മെയിൻറ്റെയിൻ ആണ്. ഇതിൻ്റെ മറ്റേ ഇരുമ്പിൻ്റെ ഡോറാണ് കണ്ടോ, ഇരുമ്പിൻ്റെ ഡോറ് കണ്ടില്ലേ? എന്തോ അല്ലേ. ഞാൻ അങ്ങനെ തിരിച്ച് ഹോട്ടലിലെത്തി. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ചൈനയിൽ പോകുമ്പോഴത്തേക്കിനും ഗൂഗിളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒന്നും വർക്ക് ചെയ്യാത്ത പോലെ തന്നെ ഇവിടെ റഷ്യയിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ബാൻഡാണ്. അത് വർക്ക് ചെയ്യില്ല. VPN ഉപയോഗിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വാട്സപ്പും ഗൂഗിളിൻ്റെ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ബാൻഡാണ്. അത് ആ ഒരു വാർ വന്ന സമയത്ത്, ആ ഒരു പ്രതിരോധം നടത്തിയ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു. ഐ ഗസ് സോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. എന്തായാലും റഷ്യ ട്രാവലിംഗ് കുറച്ച് ചലഞ്ചിങ് ആണ്. ലൈക്ക് നമുക്ക് ഭാഷയുടെ പ്രശ്നം, പിന്നെ കറൻസിയുടെ പ്രശ്നം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പോൾ നാളെ നമ്മളിവിടുന്ന് വ്ളാഡികാഷ് എന്ന് പറഞ്ഞ് വ്ളാഡിക്കാവാച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു 8 മണിക്കൂർ ബസ് യാത്രയുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ജോർജിയയ്ക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഐ വിൽ അപ്ഡേറ്റ് യു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ബോർഡർ ക്രോസിങ് ഈസി ആയി കഴിഞ്ഞു. താങ്ക് യു ഫോർ ദാറ്റ്. കീപ് സപ്പോർട്ടിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ. നാളെ നമ്മളിവിടെ നിന്ന് സ്ഥല പേര് വായി കിട്ടത്തില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അതിൻ്റെ പേര് വ്ളാഡിക്കവ്കാസ്. യെസ്. അപ്പോൾ നാളെ നമ്മളിവിടെ നിന്ന് വ്ളാഡികാഷ് എന്ന് പറഞ്ഞ് വ്ളാഡിക്കാവാച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. തണുപ്പാട്ടോ, തണുപ്പ് സഹിക്കണല്ലോ, ഭയങ്കര തണുപ്പ്. ഞാൻ ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് നടക്കുന്നു.